അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? നല്ല മഴയാണ്, നല്ല പൊരിഞ്ഞ മഴയാണ്. പിന്നെ നമ്മുടെ മഴയത്ത് വരുന്നൊരു പാറ്റയുണ്ടല്ലോ, അത് ഇഷ്ടം പോലെയുണ്ട്. അത് തിന്നാനായിട്ട് കുറേ പക്ഷികളും കാക്കയും മെനക്കെട്ട് ഇരിക്കുന്നുണ്ട്. അമുലിൻ്റെ 1 ലിറ്ററിൻ്റെ പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തത്. എന്ന് വെച്ചാൽ അമുലിൻ്റെ പാല് നല്ല തിക്കുണ്ട്, അതുപോലെ തന്നെ ഗുഡ് ലൈഫും നല്ല പാലായിരിക്കും. മറ്റുള്ള പാലാകുമ്പോൾ നമ്മൾ കുറേ ടൈം വെക്കണം, പിന്നെ നമുക്കങ്ങനെ മലായി കിട്ടുകയില്ല. ഇതാകുമ്പോൾ നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് ഞാൻ 4 ഗ്ലാസ് പാൽ, ഈ ഒരു പാട്ടയിൽ 2 പാട്ട പാൽ, അപ്പോൾ ഒരു പാട്ടയിൽ 2 ഗ്ലാസ് പാൽ, അപ്പോൾ 4 ഗ്ലാസ് പാലെടുത്തിട്ടാണ് ഈ മലായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. പിന്നെ നല്ലൊരു കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക, സ്റ്റീലിൻ്റെ പാത്രം ഒഴിവാക്കുക. സ്റ്റീൽ വേഗം അടിക്ക് പിടിക്കും, കരിഞ്ഞു പോകും. മലായിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാല് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നത്. പിന്നെ ലോ ഫ്ലെയിമിൽ നല്ലോണം കുറുക്കി കൊണ്ടുവരിക. പിന്നെ കയ്യിലൊന്നിട്ട് ഇളക്കുകയും ചെയ്യാറ്. കൈ കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാല് ചില പാത്രത്തിൽ പാല് പൊങ്ങി വരും, അപ്പോൾ കൈ കൊണ്ടൊന്ന് പാത്രം ചുറ്റിച്ചു കൊടുത്താൽ മതി. കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ അത് മലായി നമുക്ക് ശരിക്കും കിട്ടൂല, കയ്യിൻ്റെ മേലേലിങ്ങ് പോരും. ഇനി അതേ അളവിൽ ഒരു പാട്ടയിൽ ഞാൻ 2 ഗ്ലാസ് തരി എടുത്തിട്ടുണ്ട്. ആ തരിയിലേക്ക് നമുക്ക്, ഇത് ഒരു അലൂമിനിയം ചെമ്പ് തന്നെയാണ്, നല്ല കട്ടിയുള്ള ചെമ്പാണ്. അപ്പോൾ അതിൽ പാൽ നമ്മൾ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചാലും അത് പതിഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിലായിട്ട് നമ്മളെ ബട്ടർ ഉണ്ടല്ലോ, അത് തേച്ച് കൊടുത്തു. ഒരു 3/4 കപ്പോളം പഞ്ചസാരയെ ചേർത്ത് കൊടുത്ത്. നല്ല മധുരം വേണം. ഇതൊന്ന് നമുക്ക് പഞ്ചസാരയും തരിയും കൂടി മിക്സിയിൽ പൊടിച്ചിട്ടെടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് പാലൊഴിച്ചിട്ട് പിന്നെ ഇതിനൊന്ന് പൊതിർത്ത് വെച്ചാലും മതി. ഒരു 20 മിനിറ്റോളം പൊതിർത്ത് വെച്ചാൽ മതി, അപ്പോൾ നല്ലോണം പൊതിർന്നോളും. തരി പൊതിർക്കാൻ തന്നെ ഒരു 3/4 പാട്ടയോളം ഞാൻ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് പൊതിർന്ന് നല്ല ഇതായിട്ട് വരട്ടെ. പാലിലൊന്ന് പൊടിച്ച് നല്ല ഒന്ന് പൊതിർന്ന് പൊങ്ങി വരട്ടെ. നമുക്ക് ഇവിടെ നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ട് അത് മാറ്റി വെക്കാം. അതിന് ശേഷം ഒരു കേക്കിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്, അതിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണ തടവി കൊടുത്ത്, ഇനി നമ്മൾ മലായി മെല്ലെ മുപ്പരണ്ട ആയി വരുന്നുണ്ട്. കുറച്ച് ടൈം എടുക്കും ഇത് നമുക്ക് ഉണ്ടായി വരാൻ. ഇപ്പോൾ ഗ്യാസിന് ക്ഷാമമുള്ള സമയത്ത് നല്ല റിസ്ക്കാണ്. ഇത് ചെമ്പിന്ന് പൊങ്ങി പോകുന്നതുകൊണ്ട് ഒരു അനുസരണയില്ലാത്ത പാത്രമാണ് ഇത്, ചെമ്പാണിത്. അതിന് കുറച്ച് ഞാൻ എണ്ണ ബട്ടർ തടയി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പാല് പതിച്ച് പുറത്തേക്ക് തൂവില്ലാന്ന് പറയും. ഓക്കെ, സക്സസ്. അത് ഞാൻ ഉറുമ്പ് വരുന്നതിന് പിന്നെ അത് മധുരമല്ലേ, അപ്പോൾ ഇച്ചിരി വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ച് കൊടുത്താണ്. മലായി റെഡി ആവട്ടെ. ഇത് ഞാൻ ഒറ്റക്ക് തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിലൊരു ബുദ്ധിമുട്ടുമുണ്ട്. മലായി ഏകദേശം റെഡിയായി വരുന്നുണ്ട്. വീഡിയോ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഇത് ഫോണ് തൊടണമെങ്കിൽ കൈ കഴുകണം, കൈ തുടക്കണം, എല്ലാം പണി തന്നെയാണ്. നമ്മൾ തരി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചൊരു ലൂസ്, ഇതുപോലെ ലൂസായിക്കോട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോവും കേക്ക്. നമ്മൾ പാല് വറ്റി 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 ഇത്രയായി. ഇവിടെ മഴ തകർത്ത് പെയ്യുക. ഇനി ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഞാനൊരു കുക്കർ, പഴയൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, നല്ല അടികട്ടിയുള്ള കുക്കറാണ്. അതിനാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് കട്ടിയായില്ലേ. ഇനി നമുക്കിത് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. കുക്കർ ഒരു 5 മിനിറ്റ് ഞാൻ ചൂടാക്കിയിട്ടതാണ്. നല്ല ഏകദേശം നല്ലൊരു കളറായില്ലേ, നല്ല മണമുണ്ട്, നല്ല മിൽക്ക് മെയ്ഡിൻ്റെ മണം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് കോരി മാറ്റി വെക്കണം. കോരി ശേഷം കാണിച്ചു തരാം. ഒരു കയ്യിൽ ഫോൺ പിടിക്കുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് കോരാൻ പറ്റുന്നില്ല.
ആകെ ഇത്രയേ കിട്ടിയിട്ടുള്ളൂ. 4 ഗ്ലാസ് പാലാണ് നമ്മൾ വെച്ചത്. 2 കപ്പ് 4 ഗ്ലാസ് പാല് അതിൽ നിന്ന് കിട്ടിയതായത്. പിന്നെ പാല് നമുക്ക് അവിടെ മാറ്റി വെക്കാം, നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ കുറച്ച് തരി ഒഴിച്ചു കൊടുത്തിട്ട് മലായി നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കുക. കൂടെ തന്നെ കുറച്ച് ഒരു 3-4 ഏലക്കായി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം ഒരു ചെറിയൊരു ടീസ്പൂണിൽ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്കിന് ടീനിൽ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം തിക്കായി വന്നു. ഇത് മതി. ഞാൻ അതിലേക്കൊരു മൂടി ഇട്ടെടുത്തു. മൂടി കണക്കാകുന്നില്ല. പിന്നെ അത് മാറ്റി ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇട്ടെടുത്തു. എന്ന് വെച്ചാൽ പെട്ടെന്ന് തരിയാവുമ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും, അടിക്ക് പിടിച്ച് കളി. അതുകൊണ്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇട്ടെടുത്ത്. പിന്നെ നമുക്ക് കേക്കാണെങ്കിൽ നമുക്ക് ഒരു 20 മിനിറ്റ് സുമാർ ഒരു 20 മിനിറ്റ് മതി. അപ്പോൾ കേക്ക് മൈദയാണെങ്കിൽ ബേക്കാവും. ഇതങ്ങനെയല്ല, ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. കരിഞ്ഞു പോകാൻ പെട്ടെന്ന് കരിഞ്ഞു പോകും. പക്ഷേ ഉള്ളു വെന്ത് കിട്ടില്ല, കല്ല് പോലെയായിപ്പോവും. ഞാനിത് ആദ്യം നമ്മൾ നല്ലോണം കുക്കറൊന്ന് ചൂടാക്കിയിട്ട് അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കറക്റ്റ് ടൈം നോക്കിയിട്ട് പിന്നെ ബേക്ക് ചെയ്തിട്ടെടുക്കുക. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ വന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. എന്നിട്ട് ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് വേണം ഇത് ബേക്ക് ചെയ്തെടുക്കുക. പാത്രം പുതിയതാണ്, അതുകൊണ്ട് എന്നെ കാണുന്നുണ്ട് പാത്രത്തിൽ. ഞാൻ കേക്ക് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ നിസ്കാരം എല്ലാം കഴിച്ച് ഏകദേശം 45 മിനിറ്റ് ആകുമ്പോഴേക്കും റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കി, അതിലൊന്നും കാണുന്നില്ല. ഇനി ഇത് പുറത്തെടുക്കുക. പിന്നെ നല്ലോണം തണിഞ്ഞതിന് ശേഷം കേക്കിനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇനി നമുക്ക് വേണ്ടത് മിൽക്കാണ്. പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ മലായി ഉണ്ടാക്കിയ പാലുണ്ടല്ലോ, ആ പാലിലേക്ക്, നല്ല കട്ടിയുള്ള പാലാണ്, ആ പാലിലേക്ക് കുറച്ചും കൂടി മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ ആ കേക്ക് നല്ലോണം തണിഞ്ഞതിന് ശേഷം ടൂത്ത് പിക്ക് വെച്ച് കുത്തിയിട്ട് നിറയെ ഹോൾസാക്കുക. അതൊരു പാത്രത്തിലേക്ക് നിന്നിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. നല്ലോണം തണിയണേ. പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. നമ്മൾ ഈ ക്രീം അതിലേക്ക് മൊത്തമായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പുറത്ത് വെക്കണം. ഫ്രിഡ്ജിൽ വെക്കേണ്ടതില്ല, പുറത്ത് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്, കുങ്കുമപ്പൂവാണെങ്കിലും എന്താ കുറച്ച് നട്ട്സോ എല്ലാം വെച്ചിട്ട് അലങ്കരിച്ച് കൊടുക്കുക. വീഡിയോ എല്ലാം ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോയിൽ എന്തെങ്കിലും മോശം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയുക. നമ്മൾ ഈ ക്രീമിൽ പിന്നെ ഇത് കേക്കൊന്ന് മുങ്ങിക്കിടക്കണം. ഇത് ഞാനൊരു പരന്ന പ്ലേറ്റ് ചെയ്യുന്നു എടുത്തത്. പിന്നെ ഞാനൊന്ന് പ്ലേറ്റൊന്ന് മാറ്റി, ഞാനൊരു പാനുണ്ടായിരുന്നു, പുതിയ പാനാണ്, അതിൽ വെച്ചെടുത്തിട്ട് ബാക്കിയുള്ള ക്രീമെല്ലാം അതിലൊഴിച്ചു കൊടുത്ത്. അതാകുമ്പോൾ നല്ലോണം ഇങ്ങനെ ക്രീം മൊത്തം കുടിച്ചിട്ട് നല്ല രസം ഉണ്ടാകും തിന്നാൻ. പിന്നെ പഞ്ചസാരയൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ മിൽക്ക് മെയ്ഡ് മാത്രമേ ഇതിൽ ഉപയോഗിച്ചത്. മിൽക്ക് മെയ്ഡാണ് ഏറ്റവും നല്ലത്.